ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ മാസം 2-ാം തീയതി 337-ാമത്തെ ദിവസത്തിലെത്തി. വിഷമിക്കരുത്. ഈ ആണ്ട് തീരാനായിട്ട് ഇനി വെറും 30 ദിവസങ്ങളേ ഉള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന്. വികാരങ്ങൾ മനസ്സിനെ അല്ല, മനസ്സ് വികാരങ്ങളെയാണ് നിയന്ത്രിക്കേണ്ടത് എന്ന് കഴിഞ്ഞ പുലരിയിൽ പറഞ്ഞ് ഉറപ്പിച്ചത് അത്രയ്ക്ക് അങ്ങോട്ട് ആർക്കും പിടിച്ചിട്ടില്ല, ഈ പറഞ്ഞ ആളിനു പോലും. അല്ലേ? അതാണ് അങ്ങനെയായി ഓരോരുത്തരുടെയും അവസ്ഥ. 3 കൂട്ടുകാരും കാട്ടിലെ സിംഹവും കഥയില് ഭംഗിയായി വന്നിട്ടും ഏറ്റില്ലത്രേ. പഴയ ഭാഷ ഉപയോഗിച്ചാല് ചീറ്റിപ്പോയ പടക്കമായി മാറി. ദൈവത്തെ ഒരു ഹെൽപ്പ് ഡെസ്ക് മാത്രമായി ചെറുതാക്കരുത്, തരം താഴ്ത്തരുത്. ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് നമ്മെ രക്ഷപ്പെടുത്തേണ്ടതല്ല ഓരോ അപകട സാഹചര്യങ്ങളും, അനുകൂലമല്ലാത്ത അനുഭവങ്ങളും. അല്ലെങ്കിൽ ദൈവം അയക്കുന്ന ഗബ്രിയേൽ ദൂതനെങ്കിലും നേരിട്ടൊന്ന് വരേണ്ടതായിരുന്നു എന്നും വിചാരിച്ചും വിശ്വസിച്ചും ആഗ്രഹിച്ചും കാത്തിരിക്കരുത് കേട്ടോ. ആകസ്മികതയില് ആലോചനയോടെ പ്രവർത്തിക്കാനുള്ള വിവേചനത്തിന്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നതിൻ്റെ ശരിയായ അർത്ഥവും വിശദീകരണവുമൊക്കെ. അവനവന് വേണ്ടി സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ദൈവം എങ്ങനെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെടും? എന്തിന് ദൈവം അങ്ങനെയാണെങ്കിൽ ഇടപെടണം? ഇവിടെ മറിയമെന്നൊരു മനോഹരമായ മാതൃകയുണ്ട്. ആഴമുള്ള ധ്യാനമുള്ള മൗനവും മനനവുമുള്ള അപൂർവമായ ഒരു മാതൃക. മറിയം ഒളിച്ചോടുകയായിരുന്നു? അല്ല, ഒരാളെ തേടി പുറപ്പെട്ടതാണ്, തൻ്റെ ഹൃദയം ഒന്ന് തുറക്കാനായിട്ട്, തനിക്കുണ്ടായ അമാനുഷികമായ തീവ്ര അനുഭവങ്ങളെ ഒന്ന് പങ്കുവെക്കുവാനായിട്ട്. ഏറെ നിഗൂഢതകൾ നിറഞ്ഞ അനുഭവങ്ങളാണ്. വാക്കുകളാൽ അത് പറഞ്ഞു ഫലിപ്പിക്കുവാൻ പോലും വല്ലാതെ പാടുപെടേണ്ടി വരുന്നുണ്ട്. സ്വന്തം ജീവിതം തന്നെ ദൈവം കൊടുത്ത പ്രമാണങ്ങളുടെ വ്യാഖ്യാതാക്കളുടെ കയ്യിലെ കല്ലേറുകൊണ്ട് പരസ്യമായി അപമാനത്തിലൂടെ കൊല്ലപ്പെടേണ്ടി വരികയാണ് ഉടൻ തന്നെ. ദൂതനൊക്കെ എപ്പോഴോ മടങ്ങിപ്പോയി. കർട്ടൻ ഉയരുന്നതിൻ്റെ മുമ്പായിരുന്നല്ലോ ദൂതന്റെ ആഗമനം, അശരീരി, വിശദീകരണം, ബലപ്പെടുത്തല്. മറിയം എങ്ങനെയാണ് ഈ വലിയ ആത്മീയ ഭൗതിക പ്രതിസന്ധിയെ നേരിട്ടതും മറികടന്നതും? ഒരു ജിജ്ഞാസയും കൗതുകവും ഒക്കെ ഉണ്ടാവുന്നില്ലേ? ഉണ്ടാവേണ്ടതാണ്. ശ്രദ്ധയും ജാഗ്രതയും മനനവും ധ്യാനവും കൊണ്ടാണ് മറിയം ഇതിനെ മറികടന്നത്. ഒറ്റയ്ക്കായ മറിയത്തിന്റെ തുടർന്നുള്ള നേരത്തെ കേട്ട, നേരത്തെ കണ്ട മുഴുവൻ കാര്യങ്ങളെയും മറിയം നല്ലവണ്ണം ഒന്ന് മനസ്സിൽ റിവൈൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. വീണ്ടും വീണ്ടും ഒന്ന് കണ്ടും കേട്ടും നോക്കാനായിട്ട് മറിയം തയ്യാറാകുന്നു. അതാണ് ആ മൗനത്തിലൂടെയുള്ള ശരിയായൊരു മനനമെന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരു നല്ല ക്രിസ്തുമസ് അനുഭവത്തിലേക്ക് നോമ്പിൻ്റെ പാതയിലൂടെ തീർത്ഥയാത്ര നടത്തുന്ന ഏവരും തങ്ങളുടെ ജീവിതത്തെയും ജീവിതാനുഭവങ്ങളെയും ഇത്തരത്തിലൊന്ന് പരിശോധിക്കുവാനായിട്ട് ഈ നല്ല പുലരിയും ഈ വിചാരങ്ങളും
നമ്മളെ കുറെ കൂടി ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.